നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 15 ബുധനാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. മോശമായ ചുറ്റുപാടുകളിൽ പെടാൻ സാധ്യതയുള്ളതിനാൽ സുഹൃത്ത് വലയങ്ങളെ കൃത്യമായി നിരീക്ഷിക്കണം. ധനനഷ്ടത്തിനോ മാനഹാനിക്കോ ഇടയുള്ളതിനാൽ പ്രൊഫഷണൽ ബന്ധങ്ങളിൽ അകലം പാലിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ തികച്ചും അനുകൂലമായ ഗ്രഹസ്ഥിതിയാണ്. തൊഴിൽ രംഗത്ത് വലിയ വിജയം കൈവരിക്കും. സമൂഹത്തിൽ പ്രശസ്തിയും അംഗീകാരവും വർദ്ധിക്കുന്നതിനൊപ്പം സാമ്പത്തിക നേട്ടവും പ്രണയ സാഫല്യവും പ്രതീക്ഷിക്കാം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ജോലിയിൽ ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ചിന്തകൾ മാനസിക സമ്മർദ്ദത്തിനും ശാരീരികമായ അസ്വസ്ഥതകൾക്കും കാരണമാകുമെന്നതിനാൽ അനാവശ്യ വിവരങ്ങൾ ഒഴിവാക്കി മനസ്സ് ശാന്തമാക്കുക. നേത്ര സംബന്ധമായ അസുഖങ്ങൾക്കും പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കുടുംബത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണിത്. ബന്ധുക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നവർക്ക് അവയെല്ലാം മാറി രമ്യതയിലും ഐക്യത്തിലും കഴിയാനുള്ള സാഹചര്യമൊരുങ്ങും. ഗൃഹത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. നാഡീവ്യൂഹങ്ങളെ ബുധൻ സ്വാധീനിക്കുന്നതിനാൽ ശാരീരികമായും മാനസികമായും ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. വിശ്രമം അനിവാര്യമാണ്. അടുത്ത ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ പ്രതീക്ഷിക്കാത്ത ചില വിഷമതകൾ ഉണ്ടായേക്കാം. സന്താനങ്ങളുടെ കാര്യത്തിലും കൂടുതൽ കരുതൽ ആവശ്യമാണ്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. തൊഴിൽപരമായ തടസ്സങ്ങൾ നീങ്ങുകയും ഉന്നത ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും. ബുദ്ധിപരമായ കഴിവ് പരീക്ഷിക്കപ്പെടുന്ന ഇന്റർവ്യൂകളെ ആത്മവിശ്വാസത്തോടെ നേരിടുക. ബന്ധുജനങ്ങളിൽ നിന്ന് അപ്രതീക്ഷിത സഹായങ്ങൾ ലഭിക്കും. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവ സ്വന്തമാക്കാനും പ്രണയകാര്യങ്ങളിൽ പുരോഗതിക്കും യോഗമുണ്ട്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയും. ബന്ധുജനങ്ങളിൽ നിന്ന് വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങാൻ സാധിക്കും. ദമ്പതികൾക്കിടയിൽ വലിയ ഐക്യവും ഭക്ഷണസുഖവും ശയനസുഖവും വർദ്ധിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. മനസ്സിന് പ്രയാസം നൽകുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായേക്കാം. സാമ്പത്തിക നഷ്ടത്തിനും അനാവശ്യമായ അലച്ചിലിനും സാധ്യത കാണുന്നു. ശത്രുഭയവും മേലധികാരികളിൽ നിന്നുള്ള അതൃപ്തിയും ഔദ്യോഗിക ജീവിതത്തിൽ വെല്ലുവിളിയാകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. രേഖകളിൽ ഒപ്പിടുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. എല്ലാ കോൺടാക്റ്റുകളും കൃത്യമായി വായിച്ചു നോക്കേണ്ടതുണ്ട്. അനാവശ്യ ചിന്തകളും ഉത്കണ്ഠകളും ഒഴിവാക്കി മാനസികാരോഗ്യം വീണ്ടെടുക്കുക. ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ ഇടയുണ്ട്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വളരെ കാലമായി ജോലി അന്വേഷിക്കുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള മികച്ച തൊഴിൽ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. നൈപുണ്യ പരിശോധനകളിൽ ഉന്നത വിജയം നേടും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കുകയും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുകയും ചെയ്യും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരം ലഭിക്കും. സൽസുഹൃത്തുക്കളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് വൻ വിജയങ്ങൾ നൽകും. പുതിയ വാഹനം, ദാമ്പത്യ ഐക്യം, സാമ്പത്തിക ഉന്നതി, തികഞ്ഞ തൊഴിൽ വിജയം എന്നിവ സ്വന്തമാക്കുവാൻ സാധിക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വ്യാപാര മേഖലയിൽ വലിയ മാന്ദ്യം അനുഭവപ്പെടാനും ഔദ്യോഗിക ചർച്ചകൾ പരാജയപ്പെടുവാനും സാധ്യതയുള്ളതിനാൽ പ്രധാന മീറ്റിംഗുകൾ മാറ്റിവെക്കുന്നതാണ് ഉചിതം. വാക്കാലുള്ള ഉറപ്പുകൾ നൽകരുത്. കുടുംബത്തിൽ ചില അസന്തുഷ്ടിതകൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.